ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ദിവസമെന്ന് പറയാൻ പറ്റില്ല. സമയം ഇപ്പോൾ കൃത്യം പറഞ്ഞാൽ 1:30. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഈ മഴയുടെ താളമൊക്കെ കേട്ടിട്ട് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് സ്കൂൾ ടൈം തന്നെയാണ്. വേറൊന്നുമല്ല, മഴയൊന്ന് കൂടിയിരുന്നെങ്കിൽ ക്ലാസ് നിർത്തുമല്ലോ. അങ്ങനെ ആലോചിച്ചാൽ എത്ര പീരീഡുകളാണ്, പ്രത്യേകിച്ച് മാത്സ് പീരീഡ്. അതൊക്കെ ഒരു കാലം. അപ്പോൾ നമ്മുടെ കൂടെ വേറൊരാളും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. വേറെ ആരുമല്ല, ഇതെൻ്റെ സിസ്റ്ററാണ് ലുലു. ആളൊരു മെഹന്തി ആർട്ടിസ്റ്റാണ്. ഞങ്ങൾ നാത്തൂനും കൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴും താഴത്തുനിന്ന് വല്ലാതെ ബഹളം കേൾക്കുന്നുണ്ട് കേട്ടോ. ആദിക്കുട്ടിയുടെ ശബ്ദമാണ്. ഇതാണ് കേട്ടോ ആള്. എല്ലാം വലിച്ചിട്ടിട്ട് അടുത്തത് എന്ത് എന്നും പറഞ്ഞിട്ടുള്ള ഇരിപ്പാണ്. ഇതിവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. ഞങ്ങൾക്ക് ഒന്നെടുക്കണമെങ്കിൽ 9 വലിച്ചിടണം, അതാണ് കണക്ക്. ഇനി അടുത്തത് ഇതെല്ലാം എങ്ങനെ എടുത്ത് വെക്കും എന്നുള്ള ആലോചനയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഉറക്കവും പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സമയം ഇപ്പോൾ 4 മണി കഴിഞ്ഞിട്ടുണ്ട്. മഴയൊക്കെ മാറി നന്നായി തെളിഞ്ഞു. ഇനി അടുത്തത് ചായ കുടിക്കാനുള്ള പ്രിപ്പറേഷനാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ചായയും വെച്ചു. ചായ കുടി ഒക്കെ വളരെ പെട്ടെന്നായിരുന്നു. ചായ കുടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും സിറ്റ് ഔട്ടിലിരുന്നൊരു സംസാരം അതിവിടെ പതിവാണ്. ഈ സമയത്താണ് കേട്ടോ ആദ്യം പരാതിപ്പെട്ടി പൊട്ടിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത്തരത്തിലുള്ള സംസാരങ്ങൾ നിലനിൽക്കുന്ന കുടുംബങ്ങൾ, അതായത് എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ നിലനിൽക്കുന്ന കുടുംബങ്ങൾ ഇപ്പോൾ താരതമ്യേന കുറവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനും ആദിക്കുട്ടിയും ഉമ്മയുടെ വീട്ടിൽ പോകാനുള്ള ഒരു സംസാരവും ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പോയി വരികയും ചെയ്തു കേട്ടോ. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ സാബിർക്കയുടെ ഫ്രണ്ട്സും എൻ്റെ മെൻറ്റേഴ്സുമായിട്ടുള്ള ഞങ്ങളുടെ കൊളീഗ്സ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ഷാർജ തിയേറ്ററിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ വളരെ സർപ്രൈസായിട്ട് ആഘോഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാഴ്ചകളാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ രണ്ടുപേരും കണ്ണൂരുകാരാണ് കേട്ടോ. വേറൊരാവശ്യത്തിന് വന്നപ്പോൾ വളരെ യാദൃശ്ചികമായിട്ട് വീട്ടിൽ വന്നതാണ്. അതിനുശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഒരു ഡ്രൈവിന് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. വണ്ടൂർ ടൗൺ സ്ക്വയറിലൊന്ന് കയറി. നൈറ്റ് ആയതുകൊണ്ടും ക്ലോസിങ് ടൈം ആയതുകൊണ്ടും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവർക്കൊരാളെ മീറ്റ് ചെയ്യാനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒരു റൗണ്ടൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിരുന്നു. അവരെ മീറ്റ് ചെയ്യാൻ പോയ സമയത്ത് ഞാനും സാബിർക്കയും കാറിലിരുന്ന് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയെന്ന് പറഞ്ഞു. ഈ സംസാരത്തിൻ്റെ ഇടയ്ക്ക് അവർ റീജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവരെയും കൂട്ടി ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോരുകയും ചെയ്തു.